ജിൻസി, ഇന്ന് പുലർച്ചെ 1:55 ഈ സ്ഫോടനം ഉണ്ടാവുന്നത്. ഇതൊരു നാട്ടിൻപുറമാണ്. അതായത് കണ്ണപുരത്ത് നിന്ന് കീഴറയിലെത്തി, കീഴറയിൽ നിന്ന് കീഴറ കള്ളുഷാപ്പ് റോഡിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന വഴിക്ക് ഒരു തികച്ചും ഗ്രാമപ്രദേശം. അവിടെ ഒരു ടാറിട്ട റോഡ് പോലുമില്ല, ഒരു മൺ റോഡാണ്. ആ മൺ റോഡിനോട് മുകൾ ഭാഗത്തായി നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ഒരു വീട്. മുൻഭാഗം ഓടിയിട്ടിരുന്ന ഒരു വീടായിരുന്നു. ആ വീട് സ്ഫോടനത്തിൽ പൂർണ്ണമായും തകർന്നു. മാത്രമല്ല, ഈ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ഇതിന് ചുറ്റുമുള്ള നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. നിരവധി വീടുകളുടെ ജനൽച്ചിലകളും മറ്റും തകർന്നിട്ടുണ്ട്, വീടുകളും മറ്റുമൊക്കെ തകർന്നിട്ടുണ്ട്. അത്രമേൽ വലിയ സ്ഫോടനമാണ് ഉണ്ടായത്. മാത്രമല്ല, ഈ വീട് സ്ഫോടനത്തിൽ പൂർണ്ണമായും തകരുമ്പോൾ ഈ വീടിന്റെ ഭാഗങ്ങൾ ചിതറി വിവിധ ഭാഗങ്ങളിലേക്ക്, വിവിധ ഇടങ്ങളിലേക്ക് തെറിച്ച് ചിന്നിച്ചിതറി കിടക്കുന്ന ദൃശ്യങ്ങൾ കൂടി നമുക്ക് സ്ക്രീനിലുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും അത്ര വലിയ സ്ഫോടനം ഉണ്ടാവുന്നു. ആ വീട് പൂർണ്ണമായും ഇല്ലാതാവുന്ന തരത്തിലുള്ള സ്ഫോടനമാണ് ഉണ്ടായത്. ഒരാൾ മരിച്ചു എന്ന് നമുക്ക് പൂർണ്ണമായും സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട്. അതാരാണ് എന്ന് ഇതുവരെ കൺഫേം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതായത് അയാളുടെ കാലിൽ ഒരു ബാൻഡേജ് ഒട്ടിച്ച ഒരു കാലിന്റെ ഭാഗം, അത് അവിടെ വീടിന്റെ പുറം ഭാഗത്തായി ചിതറിക്കിടക്കുന്ന നിലയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്വാഭാവികമായും അയാൾ മരിച്ചു എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. ഇതുവരെ പോലീസ് അങ്ങോട്ടേക്ക് കയറി വിശദമായ പരിശോധന നടത്തിയിട്ടില്ല. കാരണം ഈ സ്ഫോടനം നടന്നതിന് ശേഷമുള്ള ഈ പടക്കത്തിന്റെ അവശിഷ്ടങ്ങൾ അവിടെ ഇങ്ങനെ ചിന്നിച്ചിതറി കിടക്കുന്നുണ്ട്. റോഡിലടക്കം പടക്കത്തിന്റെ ഭാഗങ്ങൾ വീണ് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ വീണ്ടും ഒരു സ്ഫോടനം ഉണ്ടാവാനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാനാവില്ല സ്വാഭാവികമായും. അതുകൊണ്ട് പോലീസ് ഇപ്പോൾ അവിടേക്ക് എത്തി പരിശോധിക്കുന്നില്ല. ബോംബ് സ്ക്വാഡും കൂടി എത്തിയിരുന്നു. ബോംബ് സ്ക്വാഡിന്റെ കൂടി സഹായത്തോടുകൂടി പോലീസിലെ വിദഗ്ധരായ ആളുകൾ എത്തി പരിശോധന നടത്താമെന്നൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. എന്തായാലും പ്രദേശത്തേക്ക് ആളുകളെ ആരെയും കയറ്റിവിടുന്നില്ല. രണ്ട് വഴികളാണ് ഈ വീട്ടിലേക്ക് കയറാനുള്ളത്. ആ രണ്ട് വഴികളിലും കയറ് കെട്ടി പോലീസ് അവിടേക്ക് കയറുന്നത് പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. ബോംബ് സ്ക്വാഡിന്റെ ആളുകൾ നമുക്കിപ്പോ നമ്മുടെ മുന്നിൽ കാണാൻ കഴിയുന്നത് ബോംബ് സ്ക്വാഡിന്റെ ആളുകൾ പരിശോധന ഇപ്പൊ ആരംഭിച്ചിട്ടുണ്ട്. അവര് ഈ പൊട്ടാത്ത ബോംബുകൾ ഉണ്ടെങ്കിൽ അത് എടുത്തു മാറ്റുക എന്നതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ആദ്യം വന്നിരുന്നത് ബോംബ് നിർമ്മാണത്തിനിടെ വീട് പൊട്ടിത്തെറിച്ചു എന്നാണ്. പക്ഷേ അങ്ങനെ അല്ല എന്നാണ് നമുക്ക് പ്രാഥമികമായി ഇവിടെ നിന്ന് ലഭിക്കുന്ന പരിശോധനയിൽ നിന്ന് ലഭിക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത് പടക്കം നിർമ്മാണത്തിനിടയിലാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നതെന്ന് വേണം കരുതാൻ. കാരണം പടക്കം വലിയ തോതിൽ ഇവിടെ ശേഖരിച്ചു വെച്ചിരുന്നു. വലിയ ഗുണ്ടുകളും ഡൈനാമിറ്റും ഒക്കെ അടക്കമുള്ള വലിയ പടക്കങ്ങൾ. ആ പടക്കമായിരിക്കും പൊട്ടിത്തെറിച്ചതെന്നാണ് നമുക്ക് പ്രാഥമികമായി പോലീസിന് ലഭിക്കുന്ന വിവരം. കാരണം അത്തരത്തിൽ പടക്കത്തിന്റെ വലിയ ഗുണ്ടുകളുടെയൊക്കെ അവശിഷ്ടങ്ങൾ ഈ സ്ഫോടനം നടന്ന വീടിന് ചുറ്റുവട്ടത്തുമായി ചിതറിത്തെറിച്ച് കിടപ്പുണ്ട്. ഇത് നേരത്തെ ഏതാണ്ട് ഒരു ഗോവിന്ദൻ എന്ന് പറയുന്ന ഒരാളുടെ ഉടമസ്ഥയിലുള്ള വീടാണിത്. ആ വീട് പക്ഷേ വർഷങ്ങൾക്ക് മുമ്പേ വാടകയ്ക്ക് കൊടുത്താണ്. ഏതാണ്ട് ഒരു വർഷവും 3 മാസവും മുമ്പാണ് ഇത് വാടകയ്ക്ക് കൊടുത്തതെന്നാണ് നമുക്ക് അവരുമായി പ്രാഥമികമായി സംസാരിക്കുമ്പോൾ അവരുടെ അടുത്ത ബന്ധുക്കളിൽ നിന്നുമൊക്കെ ലഭ്യമാവുന്ന വിവരം. ഈ ഗോവിന്ദൻ എന്ന് പറയുന്ന ആൾ ഇവിടെ താമസിക്കുന്നില്ല. ഇയാൾ കണ്ടോൺമെന്റ് ഏരിയയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്, കണ്ണൂർ നഗരത്തിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ ഇവിടെയല്ല താമസിക്കുന്നത്. അയാൾ ഈ വീട് 1 വർഷവും 3 മാസവും മുമ്പ് വാടകയ്ക്ക് നൽകുന്നു. അത് 2 തവണ ഇത് കൈമാറിയിട്ടുണ്ട് എന്നൊരു സംശയം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് ഗോവിന്ദൻ വാടകയ്ക്ക് നൽകിയ ആളിൽ നിന്ന് ഞാനിപ്പോൾ തിരിച്ചെത്താം.